മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ബാങ്കിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ബാങ്കുകളെ കുറിച്ചുള്ള ഒരു ജനറൽ അവയർനെസ് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ചും ബാങ്കുകളിലെ വിവിധ തസ്തികകൾക്ക് അപേക്ഷിക്കുന്ന കുട്ടികൾക്ക്. ബാങ്കിംഗ് സിസ്റ്റത്തിൽ ഇന്ത്യൻ ബാങ്കിൻ്റെ ഹിസ്റ്ററിക്ക് വളരെ പ്രാധാന്യം ഉണ്ട്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യൻ ബാങ്കിംഗ് ഉടലെടുത്തത്. ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്നീ 2 ബാങ്കുകളാണ് ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ ഇവ രണ്ടും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. നിലവിലുള്ള ബാങ്കുകളിൽ ഏറ്റവും പഴക്കം ചെന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1806 ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന ബാങ്ക് സ്ഥാപിതമാവുകയും പിന്നീട് അത് ബാങ്ക് ഓഫ് ബംഗാൾ ആയി മാറുകയും ചെയ്തു. 3 പ്രസിഡൻസി ബാങ്കുകളിൽ ഒന്നായിരുന്നു അത്. മറ്റു 2 പ്രസിഡൻസി ബാങ്കുകൾ ബാങ്ക് ഓഫ് ബോംബെയും ബാങ്ക് ഓഫ് മദ്രാസും ആയിരുന്നു. ഈ പ്രസിഡൻസി ബാങ്കുകൾ സ്ഥാപിതമായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാർട്ടർ അനുസരിച്ചാണ്. ഈ 3 പ്രസിഡൻസി ബാങ്കുകളും ക്വാസി സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസാണ് നടത്തിക്കൊണ്ടിരുന്നത്. 1921 ഈ 3 പ്രസിഡൻസി ബാങ്കുകളും മർജ് ചെയ്യുകയും അങ്ങനെ അത് ഇംപീരിയൽ ബാങ്കായി മാറുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇംപീരിയൽ ബാങ്കിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ധാരാളം ബാങ്കുകൾ ആരംഭിച്ചു. വിദേശ ബാങ്കുകളുടെ ശാഖകളും ഇവിടെ ആരംഭിക്കുകയുണ്ടായി. കൂടാതെ എക്സ്ചേഞ്ച് കമ്പനികളും പ്രവർത്തനക്ഷമമായി. അതിൽ ആദ്യമായിട്ട് ആരംഭിക്കപ്പെട്ട ബാങ്കുകളിൽ അലഹബാദ് ബാങ്കാണ് ഒന്നാമതായിട്ട് നിൽക്കുന്നത്. 1895 പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിക്കപ്പെട്ടു. 1906 മുതൽ 1911 വരെയുള്ള കാലഘട്ടത്തിൽ സ്വദേശി മൂവ്മെൻറ്റിനാൽ ആകൃഷ്ടരായി ധാരാളം ബാങ്കുകൾ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. അവയിൽ ചിലതാണ് ബാങ്ക് ഓഫ് ഇന്ത്യ, കോർപ്പറേഷൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ. ഇനി നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ ബാങ്കുകളുടെ എവല്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ ബാങ്കുകളുടെ ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ അനുസരിച്ച് ഇന്ത്യക്ക് ഒരു മിക്സഡ് ഇക്കോണമിയാണ് ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്തത്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിൽ കൂടാതെ മറ്റു പല സെക്ടറുകളിലും ഇന്ത്യ ഗവൺമെൻറ് കൂടുതൽ ഈ മിക്സഡ് ഇക്കോണമി വിഭാവനം ചെയ്യാനായിട്ട് തുടങ്ങി. ബാങ്കിങ് സെക്ടറിനെ നിയന്ത്രിക്കുന്നതിന് താഴെ പറയുന്ന നടപടികൾ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചു. 1 ജനുവരി 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചു. രണ്ടാമതായി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ്
enacted which empowered the Reserve Bank of India to regulate, control and inspect all the banks in India. No new bank or branch of an existing bank could be opened without a license from Reserve Bank of India. No two banks shall have common directors. ഈ 4 നടപടികളാണ് ബാങ്കിങ് സെക്ടറിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയത്. 1960 ആകുമ്പോഴേക്കും ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും ബാങ്കിങ് ഇൻഡസ്ട്രി സഹായകമാകുന്ന ഒരു ടൂൾ ആയി മാറി. കൂടാതെ ബാങ്കിങ് സെക്ടർ ഒരു വലിയ തൊഴിൽ ദാതാവായി മാറുകയും ചെയ്തു. അതിനെ തുടർന്ന് ബാങ്കുകളുടെ ദേശസാൽക്കരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തുടക്കം കുറിച്ചു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഓൾ ഇന്ത്യ കോൺഗ്രസിൻ്റെ ആനുവൽ കോൺഫറൻസിൽ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തെക്കുറിച്ചുള്ള തൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുകയുണ്ടായി. നാഷണലൈസേഷൻ ഓഫ് ഇന്ത്യൻ ബാങ്ക്സ്. Government of India issued an ordinance and nationalized 14 largest commercial banks with effect from the midnight of 19th July 1969. Jayaprakash Narayan, a national leader of India, described the step as master stroke of political sagacity. പിന്നീട് 1980 6 ബാങ്കുകൾ കൂടി ദേശസാൽക്കരിക്കപ്പെട്ടു. ഈ 2 സന്ദർഭങ്ങളിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇനി നമുക്ക് ബാങ്ക് ദേശസാൽക്കരണത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നോക്കാം. 1. ബാങ്കിംഗ് സംവിധാനം ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിക്കുക. 2. കർഷകർക്ക് എളുപ്പത്തിൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുക. 3. കൃഷിക്കും അനുബന്ധ സംരംഭങ്ങൾക്കും ചെറുകിട കച്ചവടം, വ്യാപാരം, കോട്ടേജ് ഇൻഡസ്ട്രി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നിവയ്ക്ക് പെട്ടെന്ന് ലോൺ സൗകര്യം തരപ്പെടുത്തുക. 1-ാം ഘട്ട ദേശസാൽക്കരണം. 1-ാം ഘട്ട ദേശസാൽക്കരണം നടന്നത് 1969 ജൂലൈ 19 കണ്ടുവല്ലോ. നിക്ഷേപം 50 കോടിയിലധികമുള്ള 14 ബാങ്കുകളാണ് അന്ന് ദേശസാൽക്കരിക്കപ്പെട്ടത്. അവ ഏവയാണെന്ന് നമുക്ക് നോക്കാം. ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോക്കുമ്പോൾ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. ആദ്യമായിട്ട് അലഹബാദ് ബാങ്ക്, പിന്നെ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്, പിന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വിട്ടുപോയി, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് കമേഴ്സ്യൽ ബാങ്ക് ആൻഡ് സിൻഡിക്കേറ്റ് ബാങ്ക്.
ഇതിൽ ഈ ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്, അതായത് ടു ഗിവ് ദ ഗവൺമെൻറ് മോർ കൺട്രോൾ ഓവർ ക്രെഡിറ്റ് ഡെലിവറി ഓഫ് ഇന്ത്യൻ ബാങ്ക്സ്. രണ്ടാം ഘട്ട ദേശസാൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുകയുണ്ടായി 1950 രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടന്നത്. അന്ന് ഏപ്രിൽ 15 200 കോടിയിലധികം നിക്ഷേപ മൂലധനമുള്ള ബാങ്കുകളാണ് അന്ന് ദേശസാൽക്കരിക്കപ്പെട്ടത്. അവ ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, വിജയ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് എന്നിവയായിരുന്നു. ഈ ബാങ്കുകളിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രതിസന്ധികളെ തുടർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കുമായി മർജ് ചെയ്യുകയുണ്ടായി. അങ്ങനെ 20 നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് അത് 19 കുറയുകയുണ്ടായി. ഇനി നമുക്ക് കാണേണ്ടത് ലിബറലൈസേഷൻ ബാങ്കിങ് സെക്ടറിനെ എങ്ങനെ ബാധിച്ചു. ലിബറലൈസേഷൻ എന്നാൽ ഉദാരവൽക്കരണം. 1990കളുടെ ആരംഭത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ നരസിംഹറാവു ബാങ്കിങ് സെക്ടറിൽ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുറേ ബാങ്കുകൾക്ക് ലൈസൻസുകൾ നൽകി. ഇവയെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആക്സിസ് ബാങ്ക്, ഏർലിയർ UTI ബാങ്കാണത്, ICICI ബാങ്ക്, HDFC ബാങ്ക് എന്നിവ അവയിൽ ചിലതാണ്. നമ്മൾ നേരത്തെ കാണുകയുണ്ടായി പ്രസിഡൻസി ബാങ്കുകൾ ക്വാസി സെൻട്രൽ ബാങ്ക് ഫങ്ഷൻസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് ഇമ്പീരിയൽ ബാങ്കായി, പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി. എന്താണ് സെൻട്രൽ ബാങ്ക്? ഓരോ രാജ്യത്തിനും ഓരോ സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 അനുസരിച്ചാണ് സ്ഥാപിക്കപ്പെട്ടത്. നമ്മൾ കാണുകയുണ്ടായി ജനുവരി 1, 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വഴിയായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സെൻട്രൽ ബാങ്കിനെ നമുക്ക് ഫെഡറൽ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുകയും യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ UK-യുടെ സെൻട്രൽ ബാങ്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കിന് നാനാതരത്തിലുള്ള ഫങ്ഷൻസ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിവിധ ഫങ്ഷൻസിനെ കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് പ്രതിപാദിക്കാം. അടുത്തതായി നമുക്ക് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് സെക്ടർ ഇൻ ഇന്ത്യയെ കുറിച്ചാണ് കാണേണ്ടത്. അതായത് ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറുകളുടെ സ്ട്രക്ചർ. അത് കാണുന്നതിന് മുമ്പായി ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് റീകാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ഇന്ത്യയിൽ ബാങ്കിങ് സിസ്റ്റം ഉടലെടുത്തത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് കാണുകയുണ്ടായി. അടുത്തതായി നമ്മൾ കാണുകയുണ്ടായി 1806 3 പ്രസിഡൻസി ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടു. അവ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഈ ബാങ്കുകൾ ക്വാസി സെൻട്രൽ ബാങ്കുകളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്.
1921 ഇവ മൂന്നും മർജ് ചെയ്ത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1906 മുതൽ 1911 വരെയുള്ള കാലഘട്ടത്തിൽ വളരെയധികം ബാങ്കുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഇനി നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിനെ കുറിച്ചാണ് പറയുന്നത്. ബാങ്കിങ് സെക്ടറിനെ നിയന്ത്രിക്കുന്നതിന് 4 നടപടികൾ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുകയുണ്ടായി. അവ ഏവയാണെന്ന് നമ്മൾ കണ്ടു. 1960 ആകുമ്പോഴേക്കും ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും സഹായകമാകുന്ന ഒരു ടൂൾ ആയി മാറുകയുണ്ടായി. മാത്രമല്ല ബാങ്കിങ് സെക്ടർ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായി മാറുകയും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ബാങ്ക് നാഷണലൈസേഷനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. അങ്ങനെ 1969 ജൂലൈ 19 മിഡ് നൈറ്റിൽ ഒരു ഓർഡിനൻസ് വഴിയായി ഒന്നാം ഘട്ടത്തിൽ 14 ലാർജസ്റ്റ് കമേഴ്സ്യൽ ബാങ്ക്സ് ദേശസാൽക്കരിച്ചു. അവ ഏവയാണെന്ന് നമ്മൾ കണ്ടു. രണ്ടാം ഘട്ടത്തിൽ 1980 ഏപ്രിൽ 15 6 കമേഴ്സ്യൽ ബാങ്ക്സ് കൂടി ദേശസാൽക്കരിക്കുകയും അങ്ങനെ മൊത്തം നാഷണലൈസ്ഡ് ബാങ്ക്സ് 20 ആവുകയും, എന്നാൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ചില പ്രതിസന്ധികളെ തുടർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുക്കുകയും അങ്ങനെ നാഷണലൈസ്ഡ് ബാങ്ക്സ് 19 ചുരുങ്ങുകയും ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടത് ലിബറലൈസേഷനെ കുറിച്ചാണ്. ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം, അതിൻ്റെ ഭാഗമായി നമ്മുടെ ന്യൂജൻ ബാങ്ക്സ് പ്രവർത്തനം ആരംഭിക്കുന്നതാണ് നമ്മൾ കണ്ടത്.